ഹായ് മക്കളെ, വെൽക്കം ടു JEE ഫിസിക്സ് കംപ്ലീറ്റ് കോഴ്സ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ JEEക്ക് ചോദിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. സോ ഡയറക്റ്റ് ദ ക്ലാസ് ശ്രദ്ധിക്കാം. നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് d²x/dt², അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, dv/dt എന്ന് എഴുതാം. ക്ലിയർ? ഇതോടെ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ x എന്ന് പറയുന്നത് പൊസിഷനാണ്. പൊസിഷൻ ഓഫ് എ ബോഡീനെ നമുക്ക് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ നിങ്ങൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഇതുപോലെ തന്നെ ഒരു ബോഡിയുടെ വെലോസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ, വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണെങ്കിൽ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോർമുല. ശരി, ഇനി ഒരു ഫോർമുല കൂടി ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പല കുട്ടികൾക്ക് അറിയാത്ത ഫോർമുലയാണ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. നമ്മുടെ ഈ ഫോർമുല ഉണ്ടല്ലോ, dv/dt. ഇതിന് മുകളിൽ ഞാൻ dx കൊണ്ട് ഇൻറ്റു ചെയ്തു, താഴെയും dx കൊണ്ട് ഇൻറ്റു ചെയ്തു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല അല്ലേ? ശരി, ഇനി നമ്മളിവിടെ dx/dt എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? dx/dt കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, വെലോസിറ്റി ആണ് അല്ലേ? സോ dx/dt എനിക്ക് എങ്ങനെ എഴുതാം? v എന്ന് എഴുതി ഇൻറ്റു dv/dx. വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ കാണാൻ മറ്റൊരു ഫോർമുല ഉണ്ട്, v dv/dx. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നമുക്കൊരു ഫോർമുല കൂടി ഉണ്ട്, v dv/dx. ക്ലിയർ? അപ്പോൾ ഇത്രയും ഫോർമുലാസേ ഉള്ളൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ടൊരു പ്രീവിയസ് ഇയർ JEEയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കാം, ചെയ്യാൻ പോകുന്ന JEEയുടെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത്, നമുക്കിവിടെ പൊസിഷൻ തന്നിരിക്കുന്നു, x = at² - bt³. ഓക്കെ, ശരി. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ടൈം when acceleration = 0. ആക്സലറേഷൻ 0 ആകുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ശ്രദ്ധിക്കാം, ആക്സലറേഷൻ എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? പൊസിഷനല്ലേ, 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? dx/dt. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. എന്തായിരിക്കും പറയൂ? ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അറിയണം, നന്നായിട്ട് അറിയണം കേട്ടോ. ശരി, സോ ഇവിടെ 280 മൈനസ് ഇവിടെ എന്ത് കിട്ടും? 3bt² എന്ന് കിട്ടും. ഓക്കെ, ഇനി ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, d²x/dt². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? dv/dt എന്ന് എഴുതാം. ശരിയല്ലേ? ഇതിനൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ d²x/dt². ഇപ്പോൾ വെലോസിറ്റിനെ ടൈംസിൽ എഴുതുമ്പോൾ dv/dt. എന്താണ് കിട്ടുക? ഇവിടെ 2a മൈനസ് 6bt എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ. നമുക്കിവിടെ ആക്സലറേഷൻ എന്തായിട്ട് കിട്ടിയിടാ? ആക്സലറേഷൻ = ഇങ്ങനെ കിട്ടി. ക്ലിയർ? ആക്സലറേഷൻ എന്താണെന്ന് കിട്ടി? ആക്സലറേഷൻ = 2a മൈനസ് 6bt എന്ന് കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ആക്സലറേഷൻ ആണോ? അല്ല, ആക്സലറേഷൻ 0 ആകുന്ന സമയം അത് കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? ആക്സലറേഷൻ = 0 എന്ന് ഇട്ട് കൊടുക്കുക. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 2a മൈനസ് 6bt = 0. അതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? 2a = 6bt. ടൈം എന്തായിരിക്കും? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a / 6b. ശരിയല്ലേ? അതായത് ടൈം = a/3b. ഫിനിഷ്ഡ്. ക്ലിയർ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. നമ്മൾ അടുത്ത ചോദ്യം, ഈ ചോദ്യവും JEE മുൻവർഷം ചോദിച്ച ചോദ്യമാണ് കേട്ടോ. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്കിവിടെയും പൊസിഷൻ തന്നിട്ടുണ്ട്. x = 2 - 5t + 6t². ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ആക്സലറേഷൻ when velocity = 0. വെലോസിറ്റി 0 ആകുന്ന സമയത്തുള്ള ആക്സലറേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ക്ലിയർ? മുൻ വർഷത്തെ ചോദ്യമാണ്. ശരി, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ആക്സലറേഷൻ കണ്ടുപിടിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കാം. ശ്രദ്ധിക്കാം, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം?
ആദ്യം നമ്മൾ dx/dt ആണ്, ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, അപ്പോൾ എന്ത് കിട്ടും? വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടും. 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, -5t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -5, 6t² ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12t. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആക്സലറേഷൻ കിട്ടാനായിട്ട് നമുക്ക് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം, d²x/dt². വിയുടെ ടൈംസിൽ എഴുതുമ്പോൾ dv/dt. സോ ദിസ് ഈസ് ഈക്വൽ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? -5. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, 12t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. അതെന്താണ് സാർ? ആക്സലറേഷൻ എന്ന് പറയുന്നത് 12 എന്ന് കിട്ടിയല്ലോ. ആക്സലറേഷൻ എന്ന് പറയുന്നത് വെറും 12 എന്നാണല്ലോ കിട്ടിയത്. ഇതിനർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താടാ? ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെന്നാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സലറേഷനാണ്, പക്ഷെ കിട്ടിയത് എന്താ? ആക്സലറേഷൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്നാ. വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സലറേഷൻ 12 ആയിരിക്കും. ഇനി വെലോസിറ്റിക്ക് വേറെ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ആക്സലറേഷൻ എത്രയാടാ? 12 തന്നെ. ക്ലിയർ? കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ആൻസർ എത്രയാ? 12. അത്രയേ ഉള്ളൂ. ക്ലിയർ? എല്ലാ സമയത്തും ആക്സലറേഷൻ എത്രയാ? 12 തന്നെയാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ നമ്മൾ എന്ത് ചെയ്യുന്നടാ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനും JEE മുൻ വർഷം ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നു, നമുക്കിവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് βx⁻²n. ഓക്കെ, നമുക്കിവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കിവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, A, B, C, ആൽഫ, ബീറ്റ ഈ സാധനങ്ങളൊക്കെ എന്തായിരിക്കും? കോൺസ്റ്റൻറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫബറ്റ്സ് ആണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമുക്ക് തന്നിരിക്കുന്നു. നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ഫൈൻഡ് ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുക? സാർ വെലോസിറ്റി ഉണ്ടല്ലോ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സലറേഷൻ ഈക്വൽ ടു dv/dt ചെയ്താൽ പോരെ? മതിയായിരുന്നു, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ വേരിയബിൾ എക്സ് ആണ്. മുൻപത്തെ ക്വസ്റ്റ്യനിലൊക്കെ വേരിയബിൾ ടൈം ആയിരുന്നു. അപ്പോൾ ടൈം കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ വേരിയബിൾ എന്താ? എക്സ് ആണ്. സോ നമ്മൾ ഈ ഫോർമുലയ്ക്ക് പകരം എക്സ് വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യടാ? ഈ ഒരു ഫോർമുല എക്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫോർമുലയാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആക്സലറേഷൻ എങ്ങനെ എഴുതാം? ആക്സലറേഷൻ ഈക്വൽ ടു v × dv/dx. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. വിയുടെ വാല്യൂ നമുക്കറിയാം. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം? dv/dx ഒന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. സോ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2n βx⁻²n−1 അല്ലേ? ഇങ്ങനെ കിട്ടില്ലേ? ശരി. എന്നിട്ട് ഉള്ളിൽ പോയിട്ട് വീണ്ടും എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് എന്ത് കിട്ടുക? 1 എന്ന് കിട്ടും. ക്ലിയർ? ശരി. അപ്പോൾ dv/dxന്റെ വാല്യൂ കിട്ടി. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിനെ dv/dx കൊണ്ട് മൾട്ടിപ്ലൈ ഇടാം. വിയുടെ വാല്യൂ എത്രയാ? വിയുടെ വാല്യൂ βx⁻²n അല്ലേ? ഇൻറ്റു dv/dxന്റെ വാല്യൂ -2n ഇൻറ്റു β ഇൻറ്റു x⁻²n−1. ശരിയല്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? ഇവിടെ -2n ഉണ്ട്. β ഇൻറ്റു β² ഇവിടെ x⁻²n ഇവിടെ x⁻²n−1. ബേസ് സെയിം അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക? ബേസ് എക്സ് അതുപോലെ തന്നെ എഴുതി പവറുകൾ ആഡ് ചെയ്യുക. എക്സ്പോണൻസിൻ്റെ റൂള്. ശരി, പവറിനെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? -4n−1. സോ ഇതായിരിക്കും ഇവിടെ എന്ത്? നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? ശരി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നമ്മുടെ 4th ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, എന്നിരുന്നാലും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, ശ്രദ്ധിക്കാം. സോ നമ്മുടെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളോട് ഇവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറയുന്നത് 150 - 10x⁻². ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ. നമ്മളോട് ചോദിക്കുന്നത് ഫൈൻഡ് ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും സാർ? dv/dt ചെയ്താൽ മതിയോ? പോരാ. കാരണം ഇവിടെ വേരിയബിൾ ഏതാ? വെലോസിറ്റി എക്സിൻ്റെ ഫംഗ്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്. അത്തരം കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സലറേഷൻ കണ്ടുപിടിക്കണം. A = v dv/dx ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വിയുടെ വാല്യൂ നമുക്കറിയാം. dv/dx ചെയ്യാം. ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ½ ഇൻറ്റു ഇവിടെ 150 - 10x⁻² -1. അതായത് എന്ത് കിട്ടും?
മൈനസ് ഹാഫ് എന്ന് കിട്ടും അല്ലേ. പിന്നെ ഇവിടെ മൈനസ് 10x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 10 എന്ന് കിട്ടും. ശരിയല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടും? ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു -10/2 -5 അല്ലേ. -10/2 -5. ഇനി ഈ സാധനത്തിന് ഇവിടെ മൈനസ് ഹാഫ് അല്ലേ പവർ, ഇനി ഇങ്ങനെ എഴുതിക്കൂടെ? 1/150 - 10x all raised to പ്ലസ് ഹാഫ് എന്ന് എഴുതിക്കൂടെ? യെസ്, ശരിയല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് കിട്ടി. സോ ഇവിടെ ആക്സലറേഷൻ എന്തായിരിക്കും? വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. വിയുടെ വാല്യൂ എത്രയാ? 150 minus 10x raised to half into ഡി വി ബൈ ഡി എക്സിൻ്റെ വാല്യൂ -5 divided by അല്ലേ, -5 divided by 150 minus 10x raised to half. ഇത് രണ്ടും സെയിം അല്ലടാ, ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയാണുള്ളത്? ഒരു -5 മാത്രം. അപ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? -5 m/s² എന്ന് കിട്ടി. ക്ലിയർ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നടാ? ഇതിൽ നിന്ന് ചോദിച്ചാൽ അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇനി ചെയ്യാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻസും കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഒരു PYQ ശ്രദ്ധിക്കാം. ഓക്കെ. നമുക്കിവിടെ തന്നിരിക്കുന്നു x² = 2 + t എന്ന് തന്നിരിക്കുന്നു. x² = 2 + t. ഓക്കെ. എന്നിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് acceleration as a function of x. ആക്സലറേഷനെ എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. മുൻപത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്? പൊസിഷനെ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ കിട്ടും. ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈമാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇവിടെ നമുക്ക് എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് മന്ത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വേണ്ട, ഞാനിതിനെ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം കേട്ടോ. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്താണ് കിട്ടുക? ഇതിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു 2x കിട്ടും. എന്നിട്ട് എന്ത് കിട്ടും? എക്സിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, dx/dt. ഇങ്ങനെയല്ല കിട്ടുക. ഡിഫറൻഷ്യേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിനെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക? ക്ലിയർ? 2x × dx/dt ഈക്വൽ ടു 2നെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, tനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടി. ക്ലിയർ? ഇനി ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു 2x × dx/dt എന്ന് പറഞ്ഞാൽ എന്താടാ? dx/dt എന്ന് പറഞ്ഞാൽ എന്താ സാധനം? വെലോസിറ്റി. dx/dt എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി അല്ലേ. സോ 2x × v is equal to 1 എന്ന് കിട്ടി അല്ലേ. ഇതിൽ നിന്ന് വെലോസിറ്റി എന്താന്ന് കിട്ടും? വെലോസിറ്റി ഈക്വൽ ടു 1 divided by 2x എന്ന് കിട്ടും. വെലോസിറ്റി ഈക്വൽ ടു 1 divided by 2x എന്ന് കിട്ടും. ക്ലിയർ? ശരി. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് വെലോസിറ്റി ഈക്വൽ ടു 1/2x എന്ന് കിട്ടി. ശരി, നല്ല കാര്യം. ആക്സലേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി? ആക്സലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യട്ടെ. ഞാൻ എന്താ ചെയ്യുന്നത്? dv/dx കണ്ടുപിടിക്കട്ടെ. dv/dx. ഓക്കെ. അപ്പോൾ 1/2x ഞാൻ ഇങ്ങനെ എഴുതട്ടെ, ½ × x raised to -1. അപ്പോൾ dv/dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ½ × -1 × x raised to -2 എന്ന് കിട്ടും. ശരിയല്ലേ? അതായത് dv/dxന്റെ വാല്യൂ എന്ത് കിട്ടും? dv/dx ഈക്വൽ ടു -½ ഇങ്ങനെ കിട്ടില്ലേ? -1/2x² എന്ന് കിട്ടില്ലേ? ശരിയാണോ? -1/2 x raised to -2നെ താഴ്ത്തി എഴുതി. ക്ലിയർ? ഓക്കെ. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്സലറേഷൻ എങ്ങനെ എഴുതാം? ആക്സലറേഷൻ ഈക്വൽ ടു v × dv/dx എന്ന് എഴുതിക്കൂടെ? v dv/dx. ശരി. വിയുടെ വാല്യൂ എത്രയാടാ? വിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 1/2x. dv/dxന്റെ വാല്യൂ എത്രയാ? -1/2x². സോർണോ? വിയുടെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, dv/dxന്റെ വാല്യൂ കണ്ടുപിടിച്ചു. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് കിട്ടും? -1/4x². ക്ലിയർ? അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആക്സലറേഷൻ. പറഞ്ഞായിരിക്കും ശരിയല്ലേ? ആക്സലറേഷനെ എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടിയില്ലേ?
സാർ ഇവിടെ നമ്മൾ എന്താ പറയുക, സാർ ഡയറക്റ്റായിട്ട് നമ്മൾ dx/dt ചെയ്ത് എന്താ ഉണ്ടാവുക, എക്സ് ഒക്കെ ഇവിടെ നിന്ന് പോയിട്ട് വേറെ രീതിയിലാണ് ആൻസർ കിട്ടുക. നമുക്ക് എന്ത് വേണമായിരുന്നു, എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് വേണം. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആലോചിച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, JEE മുൻ വർഷം ചോദിച്ച മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചേണ്ട ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ ചോദ്യം ഡിഫിക്കൽട്ട് കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്, ശ്രദ്ധിക്കാം. ഇവിടെ നമ്മളോട് പറയുന്നത്, നമുക്കിവിടെ ടി തന്നിരിക്കുന്നു, ടൈം ഈസ് ഈക്വൽ ടു α(x² + βx), α(x² + βx) എന്ന് തന്നിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നത് ഫൈൻഡ് ആക്സലറേഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് v. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ആക്സലറേഷനെ വെലോസിറ്റിയുടെ ഫംഗ്ഷനായിട്ട് എഴുതാനാണ്. ക്ലിയർ? ഓക്കെ, ശ്രദ്ധിക്കുക, മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഒക്കെ ആയിരുന്നു, ഇവിടെ വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസിയേഷൻ ചെയ്ത് നിങ്ങൾ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ എന്താണ് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് ഈ ഒരു സാധനത്തിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതെന്തിനാണ് സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയാണ് ഞാൻ ബുദ്ധി ഉപയോഗിച്ചത്. എൻ്റെ വേറെ ഉത്തരമൊന്നുമില്ല. ഓക്കെ, ശരി, എക്സാക്ട് മെത്തേഡല്ല, നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുന്നു, ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇതിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1. ആൽഫ ബീറ്റ ഒക്കെ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2αx എന്ന് കിട്ടും. 2αx then 2 - 1 അല്ലേ, 2αx എന്ന് കിട്ടും. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ടൈം കൊണ്ട്, അപ്പോൾ dx/dt എന്ന് കിട്ടും. ശരി, ഇനി അതുപോലെ അപ്പുറത്ത് പോയിട്ട് ബീറ്റ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, ബീറ്റ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക, ബീറ്റ എന്ന് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യണോടാ, dx/dt ചെയ്യണം. ശരിയല്ലേ? യെസ്. ഇവിടെ ഇനി dx/dt എന്ന് പറഞ്ഞാൽ എന്താ, ഇത് വെലോസിറ്റി ആണ്, ഇതും വെലോസിറ്റി ആണ്. ഇപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതട്ടെ, 1 = 2αx v + βv അല്ലേ. ഇതിൽ നിന്നും v കോമൺ ആയിട്ട് എടുത്തു, അകത്തുനിന്നുണ്ട് 2αx + β എന്ന് കിട്ടും. ശരിയല്ലേ, 2αx + β. ഓക്കെ, ശരി. ഇതിൽ നിന്നും =1. ഇതിൽ നിന്നും വിയുടെ വാല്യൂ എന്തായിരിക്കടാ, v എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും, v = 1/2αx + β എന്ന് എഴുതാനായിട്ട് പറ്റും. ഇത് ശരിയാണോ, ഇത് ശരിയല്ലേ, v = 2αx + β എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ? ഓക്കെ, ഇനി ഇങ്ങോട്ടേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. എനിക്ക് എന്ത് കിട്ടി, v = 1/2αx + β എന്ന് കിട്ടി. ശരിയല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, v = ഇതിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ, ഇവിടെ പവർ 1 അല്ലേ, മുകളിലേക്ക് എടുക്കുമ്പോൾ 2αx + β⁻⁻1 എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുല അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല 2-3 തരത്തിൽ ചെയ്യാം. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ട് dv/dt ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടില്ലേ, dv/dt എനിക്ക് എന്ത് കിട്ടും, ആക്സലറേഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യാണ്, ഇതിനെ ടൈം കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു -1 മുന്നിലേക്ക് വന്നു. പിന്നെ എന്താ ഉള്ളത്, ഇവിടെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 മുന്നിലേക്ക് വന്നു. പിന്നെ എന്താ ഉള്ളത്, 2αx ഉണ്ട് + β, then -1 ഒരു -2 എന്ന് വരും അല്ലേ. ഇത് ഞാൻ എന്ത് ചെയ്യണം, ഉള്ളിൽ പോയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഉള്ളിൽ പോയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു 2α വരും. പിന്നെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു dx/dt എന്ന് വരും. ഇങ്ങനെ തന്നെയാണ് വരിക, തെറ്റൊന്നുമില്ല. ശരിയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ -1, ഇവിടെ ഒരു 2α, അപ്പം -2α ഞാൻ ആദ്യം എഴുതി. ദെൻ dx/dt എന്ന് പറഞ്ഞാൽ എന്താ, അത് വെലോസിറ്റി ആണ്. പിന്നെ ഇവിടെ എന്തുള്ളത്, ഇതിൻ്റെ പവർ ഞാൻ താഴ്ത്തേക്ക് ഇറക്കി എഴുതട്ടെ. അപ്പോൾ 1/2αx + β² എന്ന് കിട്ടും. ശരിയല്ലേ, -2 താഴ്ത്തേക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ, ഇത് ശരിയല്ലേ? യെസ്, ശരി. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എടാ ഇവിടെ വിയുടെ ഇക്വേഷൻ എന്താ, 1/2αx + β എന്ന് പറഞ്ഞാൽ എന്താ, 1 + 2αx + β, അതാണ് നമ്മുടെ വിയുടെ ഇക്വേഷൻ അല്ലേ. ശരിയല്ലേ? യെസ് ഓർ നോ? ഇതല്ലേ വിയുടെ ഇക്വേഷൻ.
അപ്പോൾ ഇവിടെ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിന് പകരം എനിക്ക് എന്ത് എഴുതാം വേണമെങ്കിൽ? വി സ്ക്വയർ എന്ന് എഴുതി കൂടെ. ഈ ടൈമിന് പകരം എനിക്ക് എന്ത് എഴുതാം? വി സ്ക്വയർ എന്ന് എഴുതി കൂടെ. യെസ്, തീർച്ചയായിട്ടും എഴുതാം. ശരിയല്ലേ? ഈ ടൈമിന് പകരം വി സ്ക്വയർ എന്ന് എഴുതുമ്പോൾ എന്ത് കിട്ടും? -2α വി. ഇതിന് പകരം വി സ്ക്വയർ എന്ന് എഴുതി. ഈ ടൈമിന് പകരം ഞാൻ എന്ത് എഴുതി? വി സ്ക്വയർ എന്ന് എഴുതി കൂടെ. യെസ്. So this is equal to acceleration equal to -2α v cube. ഇതായിരിക്കും എൻ്റെ ഫൈനൽ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ആക്സലറേഷനെ വെലോസിറ്റിയുടെ ഫംഗ്ഷൻ ആയിട്ട് എഴുതണം. ശരിയല്ലേ? ആക്സലറേഷനെ വെലോസിറ്റിയുടെ ടൈംസിലേക്ക് എഴുതിയില്ലേ? യെസ്. അപ്പോൾ അവസാനം ചെയ്ത 2 ക്വസ്റ്റ്യൻസ് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മുൻ വർഷങ്ങളിൽ ഈ ടോപ്പിക്കിൽ നിന്ന് ജെയ്ക്ക് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള എല്ലാ പെൻഡിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.